ബദർ ജുമാ മസ്ജിദിലെ ഖത്തീബാണ് ഞാൻ. ഈ മഹലിലെ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിത വരുമാനം കണ്ടെത്തുന്ന ഒരു സഹോദരനാണ് ജബ്ബാർ എന്ന ഈ സഹോദരൻ. അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ആദിൽ സാദിഖ് ഒരു വാഹനാപകടത്തിൽ പെടുകയും വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. ഇദ്ദേഹത്തിന്റെ ഏക ഒരു പ്രതീക്ഷയായിരുന്നു ആ മകൻ. അദ്ദേഹത്തിന്റെ ഒരു കുട്ടി ഓട്ടിസം ബാധിച്ചിട്ടുള്ളതായ മറ്റൊരു കുട്ടിയാണ് അദ്ദേഹത്തിനുള്ളത്. ഓരോരുത്തരുടെയും കഴിവിന്റെ പരിധിയിൽ ഓരോരുത്തരും സഹായിക്കുക. ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ. അവരുടെ മകൻ ഹോസ്പിറ്റലിലാണ്. അവർക്ക് വേണ്ടുന്ന നിങ്ങളെക്കാൾ ഉൾക്കൊള്ളുന്ന സഹായങ്ങൾ, നിങ്ങളെ കൊണ്ടാവുന്ന സഹായം അദ്ദേഹത്തിന് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമ്മളെല്ലാവരും സഹായിക്കേണ്ട ഒരു മകനാണ് ആദിൽ സാദിഖ്. ആദിൽ സാദിഖിന്റെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നമുക്ക് ഈ സംരംഭം 35 ലക്ഷം രൂപയോളം നമുക്ക് പിരിച്ചെടുക്കേണ്ടതുണ്ട്. എല്ലാവരും സഹായിക്കണം. നമ്മുടെ വാർഡിലെ ആദിൽ സാദിഖ് എന്ന മകന് 35 ലക്ഷം രൂപയോളം ചികിത്സാ സഹായം ആവശ്യമാണ്. അതിനാൽ തന്നെ നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായം ഈ ചികിത്സാ ഫണ്ടിലേക്ക് തരണമെന്ന് അപേക്ഷിക്കുകയാണ്. ആദിൽ സാദിഖിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ചെലവിലേക്ക് ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് സാധ്യമായ അത്രയും സഹായിക്കണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. 24 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിലെ എല്ലാ നല്ല മനുഷ്യർക്കും ഉള്ളതാണ്. ആ രീതിയിൽ നിങ്ങളേവരും സഹായിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.